അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇപ്പോൾ വളരെ കൃത്യമായി അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ നിലപാട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. നിങ്ങളുടെ റവന്യൂ മന്ത്രി പറയുന്നത് പോലെ അങ്ങനെ ഈ പാവങ്ങളെ സഹായിക്കാനൊന്നുമല്ല, വളരെ കൃത്യമായി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നീക്കം നടക്കുന്നുണ്ട്. ഇവർ ഈ കേസിൽ പ്രതികളല്ലെന്നും ഇവർ നിഷ്കളങ്കരാണ്, ഇക്കാര്യത്തിൽ ഇവർക്കെതിരെ നടപടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷനാണ് യഥാർത്ഥത്തിൽ ഇറക്കേണ്ടത്. അത് അറിയാത്തവരൊന്നുമല്ല, റവന്യൂ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ആളുകൾക്കൊക്കെ ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ വളരെ കൃത്യമായി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ മുട്ടിൽ മരം മുറി കേസിനെ ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാർ. അവിടെയാണ് പ്രശ്നം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. അല്ല നീലിമ, ഇവിടെ എന്തോന്നാണ് രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത്? രാഷ്ട്രീയ തീരുമാനമൊന്നുമില്ല. നോക്കൂ, ഇതില് ഈ 29 അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവിടെ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ സർക്കാർ സംവിധാനത്തിനൊപ്പം നിലയുറപ്പിച്ച ആൾ ആരാണ്? അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറയൂ, ആരാണ് ഇവിടെ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സർക്കാരിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടിരിക്കുന്നത്? അല്ലല്ല, ഞാൻ പറയാം, അദ്ദേഹം ഒരു സ്പോൺസർ ആയിട്ടല്ലേ നിന്നത്. അല്ലല്ല, ഞാൻ പറയുന്നത് ആന്റോ അഗസ്റ്റിൻ സ്പോൺസർ. ആ സ്പോൺസറുടെ യോഗ്യത എന്താണ് സർ? നീലിമ, ആന്റോ അഗസ്റ്റിന്റെ ഈ മെസ്സിയെ കൊണ്ടുവരാനുള്ള സർക്കാർ ഇത്തരത്തിൽ കൂട്ടുനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിന് ഈ സ്പോൺസറുടെ ക്വാളിറ്റി എന്താണ്? അല്ല, ഞാൻ പറഞ്ഞ അഗസ്റ്റിൻ സാഗറിന്റെ ഒരു സ്പോർട്സിനെ വളർത്താൻ വേണ്ടി ഒരു സ്പോൺസർ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ സർക്കാർ കൂടെ നിൽക്കുക, അത് സ്വാഭാവികമല്ലേ? സർക്കാർ നിലകൊള്ളേണ്ടത്. മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ മാത്രം 11 കേസുകളുള്ള ക്രിമിനൽ കേസിലെ പ്രതിയാണ് ആന്റോ അഗസ്റ്റിൻ. ഈ ആന്റോ അഗസ്റ്റിനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരാൻ നോക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം. ആന്റോ അഗസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാനലിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് വളർത്താൻ വേണ്ടി ഒരു ചാനലിനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതിന് പ്രത്യേകിച്ച് നമുക്ക് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും നീലിമ പറയല്ലേ. ഇപ്പം റോജി പാർട്ടിക്കാർ പോലും ആ ചാനല് കാണാറില്ല എന്ന് വളരെ കൃത്യമായി പാർട്ടി സെക്രട്ടറി തന്നെ പാർട്ടി ചാനലിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ആന്റോ അഗസ്റ്റിനായാലും റോജി അഗസ്റ്റിനായാലും സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ലേ? നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടില്ലേ അവരെ, ഈ 2 വ്യക്തികൾ? അപ്പം അതൊന്നുമല്ല. നോക്കൂ, ഇപ്പൊ നേരത്തെ നമ്മളെ പബ്ലിക് പ്രോസിക്യൂട്ടർ നഷ്ടപരിഹാരം ഈടാക്കിയോ? അല്ല, നഷ്ടപരിഹാരം ഈടാക്കാനുള്ള ഒരു ക്രൈറ്റീരിയ തന്നെ നേരത്തെ സാറ് പറഞ്ഞല്ലോ. അതാണ് അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പറഞ്ഞത്. ഇത്രയധികം 8 കോടിയിൽ പരം രൂപ നഷ്ടപരിഹാരമായി ഈടാക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. പക്ഷെ 1 രൂപ ഈടാക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഇത് കോടതി ഇരിക്കുന്ന കേസല്ലേ നീലിമ. നമുക്ക് ഇപ്പൊ ഗവൺമെന്റിനൊക്കെ ഒരു ഇതുണ്ട്, കോടതിയിലിരിക്കുന്ന കേസാണെങ്കിൽ സർക്കാരിന് അക്കാര്യം അറിയില്ലേ? എന്തുകൊണ്ടാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ 29 പേർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്? താങ്കൾ പറയുന്ന വാദം പരിഗണിക്കുകയാണെങ്കിൽ കോടതിയിലിരിക്കുന്ന കേസാണ്, അപ്പോൾ ഒരു നടപടിയും ഉണ്ടാകേണ്ടതല്ലോ. അല്ലല്ല, ഞാൻ പറയുന്നത് അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. 29 പേർക്ക് ഇപ്പം വനവാസ ആൾക്കാർക്കും കൂടി ചേർത്ത് 29 കർഷകർക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അടിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപ്പീൽ തള്ളിയിരിക്കുന്നു, നിങ്ങളെ അപ്പീൽ വീണ്ടും നിങ്ങൾക്ക് റിട്രൈ ചെയ്യാം. അത് റിട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വീണ്ടും കൊടുത്തത്. അല്ലാതെ അവരെ എമൗണ്ട് അല്ലെങ്കിൽ അവർക്ക് റവന്യൂ റിക്കവറി അല്ല പോയിട്ടുള്ളത്. നിങ്ങളൊന്നും വേണമെങ്കിൽ പരിശോധിക്കൂ അവരെ അപ്പീൽ എന്ന് വെച്ചാൽ എന്തിനാണ്? അങ്ങനെ ആണെങ്കിൽ തന്നെ ഇപ്പം ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്താൽ ആ ഉദ്യോഗസ്ഥനെ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇടതുപക്ഷ സർക്കാരുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും 29 പേർക്ക് അവർക്ക് ഒരു നടപടിയും വരില്ല. ഒരു സംശയമില്ല. ഒരു റവന്യൂ വകുപ്പ് മന്ത്രി പറയല്ലേ.